തീർച്ചയായിട്ടും യു ഡി എഫിന്റെ പ്രതിരോധം ഏത് രീതിയിലാകും എന്നത് വളരെ വ്യക്തമാക്കുന്നതാണ് കെ മുരളീധരന്റെ നമുക്ക് നൽകിയ മറുപടി. അതായത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണം. കാരണം മുഖ്യമന്ത്രി കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടക്കം SIT പുകഴ്ത്തുമ്പോഴും പ്രതിപക്ഷം SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും അതിശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന വാദം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ CPM നേതാക്കളായ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി, മാത്രമല്ല UDF നേർക്ക് ഈ അന്വേഷണം വഴിതിരിച്ചുവിടാൻ എല്ലാം തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ശ്രമിക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആരോപണമാണ് ഇപ്പോൾ അവർ ഒന്നുകൂടി ഈ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. അതായത് ഈ നീക്കമെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM അറിഞ്ഞുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധവും UDF നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല. സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ ഇടപെടലെല്ലാം നടത്തിയുള്ളത് LDFും CPM ആണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് വരും മണിക്കൂറെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമായിരിക്കും UDF തീർക്കാൻ പോവുക. ഇത് രാഷ്ട്രീയമായിട്ട് UDFന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഘട്ടം തന്നെയാണ് ഉറപ്പിച്ചു വരേണ്ടത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ജാഥ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അതായത് UDFന് അധികാരത്തിലെത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി വിലയിരുത്തപ്പെടുന്ന രാഷ്ട്രീയ ജാഥയ്ക്ക് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ആ രാഷ്ട്രീയ ജാഥയ്ക്ക് തന്നെ വലിയ തോതിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ മുന്നണി ലീഡറെ തന്നെ, കൺവീനറെ തന്നെ SIT വളരെ പ്രധാനപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ UDFന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. വരും മണിക്കൂറുകളിൽ UDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും കൂടുതൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും, ഒപ്പം തന്നെ CPM ഇത് ഒരു വിജയമായി കാണുന്നുണ്ടോ? CPMന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വേണം. മനീഷ് മഹിബാലിലേക്ക് കൂടി. മനീഷ്, ഇപ്പോൾ എവിടെ വെച്ചാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്? എപ്പോഴാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത്? എത്ര മണിയോടെ ഈ ചോദ്യം ചെയ്യൽ തുടങ്ങി? ഇപ്പോൾ എത്ര മണിക്കൂറായി? ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അടൂർ പ്രകാശിനെ ഇവിടെ സംസ്ഥാന പോലീസ് ക്യാമ്പിലേക്ക്, പോലീസിന്റെ ആസ്ഥാനത്തേക്ക് എത്തി ചോദ്യം ചെയ്യാനായി ഇവിടെ എത്താൻ പറഞ്ഞത്. അവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ കേസിൽ 12 പേർ പിടിയിലായതിൽ പത്മകുമാറിനെ നേരത്തെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ SITയുടെ ആസ്ഥാനം, നിലവിൽ ഈ അന്വേഷണത്തിന്റെ ആസ്ഥാനം അവിടെയാണ്. പക്ഷേ ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് എത്താനല്ല നിലവിൽ അടൂർ പ്രകാശിനോട് ആവശ്യപ്പെട്ടത്. ഇവിടെ കേരള പോലീസിന്റെ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് തന്നെ നേരിട്ടെത്തിച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ ചിലതൊക്കെ ഉണ്ട്. അതായത് ചില പ്രധാനപ്പെട്ട തെളിവുകൾ, ഈ അന്വേഷണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കുറ്റപത്രത്തിനോട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ സ്വർണം വാങ്ങിയവർ, ഇതിന്റെ ഗുണഭോക്താക്കളായവർ, ഇതിന്റെ ഇടനിലക്കാരായി നിന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് നല്ല ബന്ധമുണ്ടെന്ന തെളിവുകൾ SITയുടെ പക്കൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കേവലം ഏതെങ്കിലും ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അടൂർ പ്രകാശിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലൊന്നും അടൂർ പ്രകാശിന്റെ പക്കൽ നിന്നും ഒരു വിവരശേഖരണം പോലും SIT നടത്തിയിരുന്നില്ല. താൻ ആറ്റിങ്ങൽ MP ആയിരുന്ന സമയത്ത് തന്റെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് ഒരു അന്നദാനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഉദ്ഘാടകനായി തന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴെടുത്ത ഫോട്ടോയാണ്. പക്ഷേ സോണിയാഗാന്ധി അടക്കം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ കാണാനുള്ള അനുമതി അടക്കം വാങ്ങിക്കൊടുത്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി വാങ്ങിക്കൊടുത്തത് അടൂർ പ്രകാശാണെന്ന അടക്കമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. അത്തരം വിവരങ്ങൾ SIT സ്ഥിരീകരിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മാത്രമല്ല, അടൂർ പ്രകാശിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരായി നിന്ന ആളുകൾ, ഇതിന്റെ ഗുണഭോക്താക്കളായി നിന്ന ആളുകൾ, ഇതിൽ സ്വർണം മോഷ്ടിച്ച യഥാർത്ഥ കുറ്റവാളികളായ ആളുകളുമായി സംസ്ഥാനത്തിനകത്ത് വെച്ചും പുറത്തു വെച്ചും അടൂർ പ്രകാശ് നേരിട്ടും ഫോൺ വഴിയും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോഴിതാ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് തന്നെ നേരിട്ട് വിളിച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. കേവലം അദ്ദേഹം ആറ്റിങ്ങൽ MP ആയിരിക്കുന്ന സമയത്ത് തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന രീതിയിൽ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുള്ളത്. അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അല്ലെങ്കിൽ ശബരിമലയിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരും അല്ലെങ്കിൽ അതിന് പുറമെ നിൽക്കുന്ന നിലവിൽ മാപ്പ് സാക്ഷികളാക്കിയിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങൾ മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യമുനയിലാണ് ഇപ്പോൾ അടൂർ പ്രകാശ് MP ഉള്ളത്. അടൂർ പ്രകാശ് UDF കൺവീനർ, കോൺഗ്രസിന്റെ ജാഥ രണ്ടാം ദിവസം എത്തി നിൽക്കുമ്പോൾ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ SITക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ എന്ത് എന്നാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത എന്ന വിവരങ്ങൾക്കിടെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത്. രണ്ട് നേതാക്കളെയും ഒരുപോലെ ഈ തരത്തിൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുകയാണെങ്കിൽ, നേരത്തെ അടൂർ പ്രകാശിനെ
ചോദ്യം ചെയ്തതാണ്. ഇനി വീണ്ടും വിളിപ്പിക്കുമോ എന്നുള്ളതും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ പരസ്പരം ഉന്നയിക്കാൻ പറ്റാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിൽ പോറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന രൂപത്തിലേക്ക് ഇരുകൂട്ടർക്കും കടക്കേണ്ടി വരില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം കണ്ടല്ലോ. ഇത് ആഭ്യന്തര വകുപ്പാണ് നിയന്ത്രിക്കുന്നത്, SIT-യെ, കോടതിയല്ല, ഹൈക്കോടതിയല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രസാദ്, അതുതന്നെയാണ് സ്മൃതി. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും അടക്കമുള്ളവർ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതെ ഇറങ്ങിപ്പോയിട്ടും ഒരു വീഴ്ചയുമില്ല എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച്. അതുതന്നെയാണ് SIT-യുടെ കരുത്തും. അതിനിടയിലാണ് കോൺഗ്രസിന്റെ വാദങ്ങൾ കുറച്ചെങ്കിലും ദുർബലമായി പോകുന്നത്. കാരണം ഹൈക്കോടതിയുടെ പിന്തുണ അപ്പാടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുമ്പോഴും അല്പസമയം മുമ്പ് കെ മുരളീധരൻ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്തവരും നേരത്തെ ഉള്ളവരിൽ കൂടുതൽ ആളുകളുമെല്ലാം CPIM പറയുന്നിടത്ത് നിൽക്കുന്നവരാണ് എന്ന ഗുരുതരമായ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം മുതൽ തന്നെ A. പത്മകുമാറും N. വാസുവും ആ വിഷയത്തിലേക്ക് വരുന്നു. അവർ ജയിലിലാകുന്നു. അവർ ജയിലിലായതിന് പിന്നാലെ സർക്കാരിനെതിരെയും CPIM-നെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ കൂടി അടുത്ത ബന്ധം പുറത്തേക്ക് വരുന്നത്. അതിനിടയിൽ ഒരു ഘട്ടത്തിൽ, അതായത് ആദ്യം താൻ അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനാണ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി, പത്മകുമാറിന്റെ മൊഴി, അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ ഇനി എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു ഘട്ടമുണ്ട്. കാരണം കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി കോൺഗ്രസും BJP-യും ആയുധമാക്കും എന്നുള്ളതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗം കൂടി കേട്ടിട്ട് മാത്രമേ ഒരുപക്ഷെ ഇനി കുറ്റപത്രം ഫൈനലാക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ കൂടി വിളിക്കുന്ന ഘട്ടത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നുള്ളതും രാഷ്ട്രീയമായി വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിൽ CPIM-നും സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒരു പിടിവള്ളിയായിരിക്കുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പുറത്തു വന്ന ഫോട്ടോ തെളിവുകൾ കൂടാതെ കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് അടുത്ത വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഉറപ്പായും ഇത് ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. നീക്കത്തെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? പ്രതികരണങ്ങൾ വരികയാണ്. പ്രസാദ്, UDF കൺവീനറെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു ഭയവുമില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്.